പ്രതിപക്ഷ നേതാവ് വാചാലനായല്ലോ. എന്തൊരു നീളമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിന്. എന്നാൽ അദ്ദേഹം നാക്ക് ചുരുട്ടിക്കുട്ടി വായിലേക്ക് ഇട്ടിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഓർക്കണം. പ്രധാനമന്ത്രി നേരിട്ട് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനെ കണ്ട് സമ്മർദ്ദം ചെലുത്തി എന്ന അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കേന്ദ്ര സർക്കാരിന് ഇതുവരെ നിഷേധിക്കാൻ ധൈര്യം വന്നിട്ടില്ലെന്ന് ഓർക്കണം. നിഷേധിച്ചിട്ടില്ല. ധനകാര്യ കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനമാണ്, ഭരണഘടന പ്രകാരം നിലവിൽ വരുന്നതാണ്. ഔപചാരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആശയവിനിമയവും കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷനുമായിട്ട് നടത്താൻ പാടില്ലാത്തതാണ്. ആ ഭരണഘടനാ വ്യവസ്ഥയും കീഴ്വഴക്കവും ഒക്കെ ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് 2 മണിക്കൂർ സമ്മർദ്ദം ചെലുത്തി ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷന് മേൽ. എന്തിനു വേണ്ടി? സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്രത്തിന് നൽകാൻ വേണ്ടി. എന്നാൽ അധ്യക്ഷനായിരുന്ന ശ്രീ റെഡ്ഡി അതിന് വഴങ്ങിയില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മോദിയുടെ ഏറ്റവും വിശ്വസ്തനും നീതി ആയോഗിൻ്റെ സിഇഒയുമായ ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ. ആകെ 3 പേരെ അതിലുണ്ടായുള്ളൂ. പ്രധാനമന്ത്രി, ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ, പിന്നെ മൂന്നാമത്തെ ശ്രീ സുബ്രഹ്മണ്യം, സിഇഒ നീതി ആയോഗ്. അദ്ദേഹം പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു അക്ഷരം ഇത്ര ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉച്ചരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണിക്കാനാവുമോ ഏതെങ്കിലും അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ആരുടെ കൂടെയാണെന്നുള്ള കാര്യത്തിൽ ഇനി വലിയ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ഒരു സംഘം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ടാണ് അതീവ ശ്രദ്ധ കേന്ദ്രത്തിനെതിരെയോ BJPക്കെതിരെയോ പറയാതിരിക്കാൻ പുലർത്തുന്നതും. അദ്ദേഹം അങ്ങേയറ്റത്തെ വാചാലതയോടെ ഇടതുപക്ഷത്തെ BJPയുടെ അതേ തീവ്രതയിൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കേരളത്തിലേക്ക് വന്നാൽ അങ്ങേക്കെതിരെ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നാണ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര 2 ദിവസം മുൻപ് പറഞ്ഞത് MP രാജേഷ്, MV ഗോവിന്ദനെ കണ്ടുപഠിക്കണം, താങ്കൾ ഉദ്യോഗസ്ഥരുടെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ്. ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്ലാസ്റ്റിക് കവറുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചു, ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, അവരുടെ ആവശ്യം പ്ലാസ്റ്റിക് നിർബാധം ഉപയോഗിക്കാനുള്ള അനുമതി വേണം എന്നതാണ്. ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന കർക്കശമാക്കിയിട്ടുള്ളത്. ഉത്തരവാദിത്വം എൻ്റേതാണ്. ഞാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശനമായിട്ടുള്ള പരിശോധന നടത്തണം എന്നത്. അത് നിയമമാണ്. നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് ഇതൊന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 അനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ നിരോധിത പ്ലാസ്റ്റിക് നിർബാധം വിൽക്കാനും ഉപയോഗിക്കാനുമുള്ള അനുമതി വേണം എന്ന് ആവശ്യപ്പെടുന്നത് അത് നിയമവിരുദ്ധമാണ്. ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. ഹൈക്കോടതി ബ്രഹ്മപുരത്തിന് ശേഷം ഏറെക്കുറെ എല്ലാ ആഴ്ചയും എന്നതുപോലെ ഹിയറിംഗ് നടക്കുകയാണ്. ഇക്കാര്യത്തിലെല്ലാം കർശനമായ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതിയുടെയും നിർദ്ദേശമുണ്ട്. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതി പോയിക്കോട്ടെ.